പ്രിയ സ്നേഹിതരെ, വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതൻ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എന്നോട് പറഞ്ഞത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആ സംഭവത്തിൻ്റെ ഗുണപാഠം വളരെ ആകർഷണീയമായും അനുകരിക്കാൻ കൊള്ളാവുന്നതായും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: വിനോദ് താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 40 മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്താണ് താൻ പട്ടണത്തിലുള്ള ഒരു ഓഫീസിൽ ജോലിക്ക് പോയിരുന്നത്. അതേ ഓഫീസിൽ ഒരു മേലുദ്യോഗസ്ഥൻ വിനോദ് താമസിക്കുന്ന ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് വന്ന് താമസമായി. ആ മേലുദ്യോഗസ്ഥൻ എല്ലാ ദിവസവും തനിക്ക് വാഹനമുള്ളത് കൊണ്ട് വാഹനത്തിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ മനുഷ്യൻ പലപ്പോഴും വിനോദിനെ ഗ്രാമത്തിൽ നിന്ന് വിനോദ് പോകുമ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതും, അതേപോലെ വിനോദ് ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഓഫീസിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഓഫീസിൽ വെച്ച് ഈ മേലുദ്യോഗസ്ഥൻ വിനോദിനെ കണ്ടിട്ട് ചോദിച്ചു: വിനോദെ, നിങ്ങളും ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലാണോ താമസിക്കുന്നത്? പലപ്പോഴും ബസ് സ്റ്റോപ്പുകളിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുവാൻ ഇടയായി. ആ പരിചയം നല്ലൊരു സൗഹൃദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കി പലപ്പോഴും കണ്ട് സംസാരിക്കാനിടയായി. ഒരു ദിവസം ആ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു: വിനോദെ, ഞാൻ പോകുന്ന വാഹനത്തിൽ വിനോദിനും വരാമല്ലോ, നമ്മൾ ഒരു ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്, ഒരേ ഗ്രാമത്തിലല്ലേ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. വിനോദ് ആ മേലുദ്യോഗസ്ഥനുള്ള ബഹുമാനം കൊണ്ടും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി വിനോദ് ആദ്യമൊക്കെ സാരമില്ല സാറേ, ഞാൻ ബസ്സിന് പോകുന്നത് എനിക്ക് സൗകര്യപ്രദമാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ആ മേലുദ്യോഗസ്ഥൻ തന്നോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആ ഒരു സൗഹൃദം വളർന്നു വരുന്നത് കൊണ്ടും പറഞ്ഞു: വിനോദൻ, നമുക്ക് ഒരുമിച്ച് പോകാം, അതിന് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ വിനോദിനെ കൂടെ കൊണ്ടുപോകുന്നതിൽ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ യാത്ര ഒരുമിച്ച് ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതുമാക്കി. ആ സൗഹൃദം അങ്ങനെ വളരെ വളർന്നപ്പോൾ പലപ്പോഴും വിനോദിന് തോന്നി, ആ മേലുദ്യോഗസ്ഥനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണോ, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ കാണുമായിരിക്കാം, എന്നോട് പറയാത്തതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവർ തമ്മിലുണ്ടായ ആ നല്ല സൗഹൃദം കാരണം അവർ പലപ്പോഴും ആ മേലുദ്യോഗസ്ഥൻ വിനോദിനെ സഹായിക്കുന്നതിലോ കൂടെ കൊണ്ടുപോകുന്നതിലോ ഒരു വിമുഖതയും കാണിച്ചില്ല എന്നുള്ളത് വിനോദിന് പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്യണമെന്ന് കരുതി വിനോദ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാരണവും കണ്ടില്ല ആ മേലുദ്യോഗസ്ഥനെ ഒന്ന് സഹായിക്കുകയോ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ആദരവിനും എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണം എന്ന് വിനോദിന് തോന്നിയിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല. എന്നാൽ ഒരിക്കൽ തൻ്റെ വീട്ടിലെ പ്ലാവിലുണ്ടായ വരിക്കച്ചക്ക പഴുത്തപ്പോൾ ആ ചക്ക കൊണ്ടുപോയി മേലുദ്യോഗസ്ഥൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു: സാറേ, എൻ്റെ വീട്ടിലൊരു പ്ലാവിൽ ചക്ക പഴുത്തു, അത് സാറിന് തരാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോരുന്നു. ആ സംഭവം കഴിഞ്ഞപ്പോൾ വിനോദിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. സാറിന് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷിച്ചു. അപ്പോൾ ഇങ്ങനെ ഉപകാരം ചെയ്യുന്നതിലും ഉപകാരം ലഭിക്കുമ്പോൾ പ്രത്യുപകാരം ചെയ്യുന്നതിലും സന്തോഷിക്കുന്ന അനേകരുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കണം. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: അതിഥി സൽക്കാരം മറക്കരുത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പലരും വേദപുസ്തകത്തിലെ പല സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അനേകര് പരിചയം ഇല്ല എങ്കിൽ പോലും, സ്നേഹിതരല്ല എങ്കിൽ പോലും പലരുടെയും ആവശ്യങ്ങളിൽ സഹായിച്ചത് ഓർക്കുന്നു. അത് ദൈവം അവർക്ക് നന്മയ്ക്കായി കണക്കിട്ടു എന്നൊക്കെ പറയുന്ന അനേക സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നമ്മളും ആ കാര്യത്തിൽ ഒട്ടും വിമുഖത കാണിക്കരുത്. കാരണം അതും ഒരു ദൈവിക സ്വഭാവമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, സൽക്കരിക്കുന്നതിൽ, അതിഥി സൽക്കാരം മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഓർക്കുകയായിരുന്നു, ഞങ്ങൾ കുടുംബമായിട്ട് ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മുതിർന്ന 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവർ
അതിലൊരാൾ പുറത്ത് പോയിരുന്നുവെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് വളരെ അടുത്ത് പരിചയം ഉള്ള വീട് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതായതുകൊണ്ടും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ മകൻ, മൂത്ത മോന് കോളേജിൽ പഠിക്കുക. എന്നാൽ ആ മകൻ വളരെ നേരം ഞങ്ങൾ ഇരുന്ന് അത്രയും സമയം ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾക്ക് ആ ചായ കുടിച്ചിട്ട് പോരുമ്പോഴും അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ പോരുമ്പോൾ ഞങ്ങളെ യാത്രയാക്കിയിട്ടാണ് ആ മകൻ തൻ്റെതായ കാര്യങ്ങളിൽ ഏർപ്പെട്ടത്. പലപ്പോഴും ഞാൻ പറഞ്ഞ ആ മോനോട്, മോനെ പോയിരുന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല അങ്കിളെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കാനിടയായി. ഞാൻ ആ കുഞ്ഞിനെ അഭിനന്ദിക്കാനിടയായി. അങ്ങനെ വേണം. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലുള്ളവർ നമ്മളെ സൽക്കരിക്കുന്നത്, ആദരിക്കുന്നത് വളരെ ആവശ്യമാണ്. ഇതേപോലെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയാറുണ്ട്, നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ ആ ആളിനെ അങ്ങേയറ്റം ആദരിക്കുക, ബഹുമാനിക്കുക ആവശ്യമാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹിതനായി, രക്ഷകനായി, സൗഖ്യദായകനായി വന്നു കഴിയുമ്പോൾ ആ ദൈവത്തെ മാനിക്കുവാൻ, ആദരിക്കുവാൻ മറന്നു പോകരുത്. നല്ല സ്നേഹബന്ധം ദൈവവുമായി ഉണ്ടാകുവാൻ നാം ശ്രമിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന നന്മ, അതുകൊണ്ടുണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കാത്തതാണ്. അതുകൊണ്ട് അതിഥി സൽക്കാരം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന സ്നേഹിതർ, നമ്മെ സഹായിച്ചവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ്. അത് നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.